കാമുകനെ കത്തിമുനയിൽ നിർത്തി യുവതിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. കൊച്ചിയിലെ ആളൊഴിഞ്ഞ എല്ലാ കെട്ടിടങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും. കെട്ടിടങ്ങളുടെ ഉടമസ്ഥരോട് സംസാരിച്ച ശേഷം നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കും. CCTV സെക്യൂരിറ്റി പോലീസ് നിരീക്ഷണമോ കെട്ടിടത്തിന് ഉറപ്പുവരുത്തുമെന്നും കമ്മീഷണർ പറഞ്ഞു. പോലീസ് ഭാഗത്തിൽ നിന്ന് എന്താ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒളിഞ്ഞ സ്ഥലങ്ങളൊക്കെ 2-3 ദിവസമായിട്ട് നമുക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ ഒളിഞ്ഞ സ്ഥലങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ഫസ്റ്റ് നമുക്ക് ടേക്ക് അപ്പ് ചെയ്തിട്ട് ബന്ധപ്പെട്ട ഓണേഴ്സോടാണ്. എന്തെങ്കിലും ഇതിന് സെക്യൂരിറ്റി ഇട്, അല്ലെങ്കിൽ CCTV ഇടണം, അല്ലെങ്കിൽ അവിടെ റെസ്ട്രിക്ഷൻ ചെയ്യാനാണ്. ഇതാണ് എന്റെ ഫസ്റ്റ്. അങ്ങനെ ഇല്ലാതെ ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഘട്ടത്തിലുള്ള സ്ഥലത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഇതിങ്ങനെ ഡിസ്പ്യൂട്ട് ആയ നോമാൻസ് ലാൻഡ് ആയി പോയി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പബ്ലിക് പ്ലേസിംഗിൽ നമുക്ക് ലൈറ്റും ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് ഇംപ്രൂവ് ചെയ്യാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങള് ഇപ്പം നമുക്ക് പോലീസുടെ റെഗുലറായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇടയ്ക്ക് കയറി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പം കറന്റ് ആയിട്ടുള്ള അപ്രോച്ച്. അതാണ്. അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലീസ് പരിധിയിൽ വരാതെ സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് പിന്നെ അതുകൊണ്ട് ബന്ധപ്പെട്ട ഓണേഴ്സോട് ചോദിച്ചിട്ട് പിന്നെ ഒരു സെക്യൂരിറ്റിയുടെ ഇല്ലെങ്കിൽ മറ്റേ CCTV മറ്റേ ഇത് ഉണ്ടാക്കണം. അല്ലാതെ പോലീസ് റെഗുലറായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് റെഗുലറായിട്ട് കയറി നോക്കിയാൽ ഇങ്ങനെയുള്ള ആൾക്കാർ കിടക്കാനുള്ളത് ക്ലിയർ ആകും. ഇത് കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കൊച്ചി നഗരത്തിലുണ്ടാകുന്നു. ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് കാമുകനെ കത്തിമുനയിൽ നിർത്തി യുവതിയെ പീഡിപ്പിച്ച കേസ്. ഈ സംഭവത്തിന് ശേഷം കൊച്ചിയിലെ സമാനമായ രീതിയിലുള്ള പല കെട്ടിടങ്ങളിലും ഇതേ രീതിയിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ലഹരി മാഫിയയുടെ കേന്ദ്രങ്ങളായി പലതും പ്രവർത്തിക്കുന്നുണ്ട് എന്ന കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നീക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്? കാരണം ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഈ താവളമായി പലതും മാറിയിട്ടുണ്ടല്ലോ. ഇത് നിയന്ത്രിക്കാൻ, ഇവരുടെ ഈ സാന്നിധ്യം ഇല്ലാതാക്കാൻ ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? സിറ്റി പോലീസ് കമ്മീഷണർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനത്തെ അബണ്ടന്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ, ഈ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കാലങ്ങളായി ആളുകൾ തിരിഞ്ഞു നോക്കാത്ത തരത്തിലുള്ള കെട്ടിടങ്ങൾ, കാട് പിടിച്ചു കിടക്കുന്ന ഇടങ്ങൾ, ഇവിടെയൊക്കെ നിരീക്ഷണ സംവിധാനം ഉറപ്പാക്കുകയാണ് ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക, അടിയന്തരമായി ഉണ്ടാകാൻ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്നലെ ഈ സംഭവം നടന്ന കെട്ടിടം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം 10 നില ഉയരമുള്ള കെട്ടിടമാണ്. അതുമാത്രമല്ല, അത് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ജപ്തിയിൽപ്പെട്ട് അവിടെ ആരും മറ്റ് ഇടപെടലുകളൊന്നും നടത്താത്ത ഒരു കെട്ടിടമാണ്. അവിടെ അത്തരം ഇടങ്ങളിൽ ഈ സാമൂഹ്യ വിരുദ്ധ ശല്യം കൂടുതലാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് മാത്രമല്ല, ഇന്നലെ ഈ പിടികൂടിയ 3 പ്രതികളും KSRTC സ്റ്റാൻഡിനടുത്തുള്ള ഇതുപോലെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് സ്ഥിരതാമസമാക്കിയിട്ടുള്ളത്. അവരുടെ മൊബൈൽ ഫോൺ മറ്റേതെങ്കിലും കടകളിലൊക്കെ കൊടുത്ത് ചാർജ് ചെയ്യുകയും ഈ ഒഴിഞ്ഞ കെട്ടിടത്തിൽ സ്ഥിരമായി താമസിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, അതുവഴി പോകുന്ന വഴിയാത്രക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തുകയാണ്. ഇത്തരം കവർച്ചാ സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ, അതല്ലെങ്കിൽ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവർ, അത്തരം വിൽപ്പനകൾ നടത്തുന്നവർ തുടങ്ങിയവരൊക്കെ തമ്പടിക്കുന്നത് ഇത്തരം ഒഴിഞ്ഞ കെട്ടിടങ്ങളിലാണ് എന്നുള്ള നിരീക്ഷണത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ആൾപ്പാർപ്പില്ലാത്ത കെട്ടിടങ്ങൾ, അതിന്റെ പരിസര പ്രദേശങ്ങളിൽ ഒരു നിരീക്ഷണ സംവിധാനം ഉറപ്പുവരുത്താനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. അത് ഈ ഉടമയോട്, അതായത് സ്ഥലം ഉടമയോടോ കെട്ടിടം ഉടമയോടോ സംസാരിച്ച ശേഷം അതിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. ചിലപ്പോൾ സെക്യൂരിറ്റി ആവാം, അല്ലെങ്കിൽ CCTV അവിടെ ഫിക്സ് ചെയ്യുകയോ എല്ലാ ഇത്തരത്തിലുള്ള, അതായത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളോടും പറഞ്ഞത്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നമ്മളെ അറിയിക്കാം. ഇങ്ങനെ ഒരു കെട്ടിടം ഒഴിഞ്ഞു കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാട് പിടിച്ചു കിടക്കുന്ന ഒരു കെട്ടിടമുണ്ട്, അവിടെ സുരക്ഷ അത്ര പോരാ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്കും അത്തരം കാര്യങ്ങൾ അറിയിക്കാം. അങ്ങനെയുള്ള കെട്ടിടങ്ങളിലൊക്കെ പോലീസിന്റെ ഒരു നിരീക്ഷണം ഉണ്ടാകും. പോലീസ് അത് കയറി നോക്കുകയും അവിടുത്തെ സിറ്റുവേഷൻ വിലയിരുത്തുകയും ചെയ്യണമെന്ന് തന്നെയാണ് അത്തരത്തിലൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിന്റെ മുന്നിലുള്ളത്. അതിനനുസരിച്ചിട്ട് തന്നെയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ആ പെൺകുട്ടി പീഡന ശ്രമത്തിന് ഇരയായ സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേകിച്ച് ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടത്തിലേക്ക് ഈ കാമുകനും ഈ പെൺകുട്ടിയും കൂടി കയറി പോകുമ്പോഴാണ് താഴെയിരുന്ന് മദ്യപിച്ചിരുന്ന ഈ 3 സംഘം അവരെ ആക്രമിക്കുന്നതും പെൺകുട്ടിയെ മാനഭംഗത്തിന് ഉള്ള ശ്രമം പെൺകുട്ടിക്ക് നേരെ നടത്തുന്നതുമൊക്കെ. അത് പെൺകുട്ടിയുടെ ഒരു ചെറുത്തുനിൽപ്പ് മൂലവും അതുപോലെ ഈ ഫയർ എക്സിറ്റ് ഗോവണിയിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള
അവസ്ഥയിലേക്ക് അത് പോകുമായിരുന്നു. ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോകുമായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ കൊച്ചിയിൽ ആവർത്തിക്കപ്പെടരുതെന്ന് പോലീസിന് നിർബന്ധമുണ്ട്. പ്രത്യേകിച്ചും കൊച്ചിയിലെ നൈറ്റ് ലൈഫിനെ പറ്റിയാണ്. നൈറ്റ് ലൈഫ് സുരക്ഷിതമാണ്. നമ്മൾ ഓരോ തവണ പറയുമ്പോഴും കണ്ണെത്തുന്ന ദൂരത്തൊക്കെ ഒരു പോലീസ് വാഹനം ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ പോലീസുകാരുണ്ടാവാറുണ്ട് എന്ന് പറയുമ്പോഴും ടോം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ പ്രധാന നഗരങ്ങളിൽ അല്ലെങ്കിൽ പ്രധാന റോഡുകൾക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നത്, അത് ഈ വെളിച്ചമുള്ളിടത്ത് മാത്രമുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ്. അത് ഉറപ്പുവരുത്തുകയാണ് പോലീസ്. കൂടുതലും ഇത്തരം സംഭവങ്ങൾ, നേരത്തെ ഒരു സോംബി സ്വഭാവമുള്ള ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരു ചെറുപ്പക്കാരൻ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുന്ന വാർത്തകളൊക്കെ ഒരു 2-3 ആഴ്ച മുൻപേ പറഞ്ഞിരുന്നതാണ്. അത്തരം വീഡിയോസും പറഞ്ഞതാണ്. നമ്മളും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചെയ്തതുമാണ്. എന്തായാലും അതിലും പോലീസ് അടിയന്തരമായ നടപടിക്രമങ്ങൾ ഉണ്ടായി. അതായത് ജനസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊച്ചിയിലുണ്ടോ അത് പരിശോധിക്കുന്നുണ്ട്, പരിശോധിച്ച് വരുന്നുണ്ട്. അത് പരിശോധിച്ച ശേഷം അതിന് കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് പോകും. പ്രത്യേകിച്ചും ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് സംസാരിച്ചു. ഇവിടെ ഏറ്റവും പേടിക്കേണ്ടത് ഈ ലഹരി മാഫിയ തന്നെയല്ലേ? കാരണം രാത്രി സമയങ്ങളിൽ ലഹരി മാഫിയ സംഘങ്ങൾ കൊച്ചിയെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം പോലീസിൻ്റെ പരിശോധനകളൊന്നും അത്ര കാര്യക്ഷമമായി നടക്കുന്നില്ല പലയിടത്തും. അതായത് ഇതുപോലുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ, മറ്റ് പാർക്കുകളിൽ, അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലടക്കം ലഹരി മാഫിയയുടെ സാന്നിധ്യമുണ്ട്. ചില സാഹചര്യങ്ങളിൽ മാത്രം ചിലപ്പോൾ പോലീസിൻ്റെ പരിശോധന ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പം പരിശോധന കൂടുതൽ കർശനമാക്കും, വീണ്ടും പഴയ പടി തന്നെ പോകും. പക്ഷേ ഇത് അതീവ ഗൗരവത്തോടെ പോലീസ് കാണേണ്ട ഒരു വിഷയമല്ലേ? പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷ. രാത്രി സമയങ്ങളിൽ ജോലി കഴിഞ്ഞ് അർദ്ധരാത്രിയിൽ പോലും വീട്ടിൽ തനിച്ച് പോകുന്ന നിരവധി സ്ത്രീകളുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിന് തന്നെയല്ലേ? തീർച്ചയായിട്ടും ടോം, പ്രത്യേകിച്ചും കൊച്ചിയെ സംബന്ധിച്ചിട്ട് ടോം സൂചിപ്പിച്ചതുപോലെ അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്ത ശേഷം വീട്ടിലേക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. മെട്രോ സംവിധാനങ്ങളൊക്കെ ഈ രാത്രിയിൽ പോകുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കൂടി ഉദ്ദേശിച്ചിട്ടാണ് 11 മണിവരെയൊക്കെ മെട്രോ സർവീസുകളുണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ നഗരം നൽകുമ്പോഴും ഈ പറയുന്ന സുരക്ഷാ സംവിധാനത്തിന് മുഖത്തടിച്ച ഏറ്റ ഒരു അടിയാണ് ഈ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഉണ്ടായ റേപ്പ് അറ്റംപ്റ്റ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും കൊച്ചിയുടെ നഗരത്തിൽ, അതായത് നഗരമധ്യത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. സൗത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടു പിന്നിലുള്ള റിസർവേഷൻ കൗണ്ടർ, അതിന്റെ പിന്നിലുള്ള ഒരു ഹോട്ടലാണ് ഇത്. അതിന്റെ തൊട്ട് അടുത്ത് തന്നെ മറ്റൊരു വലിയ ഹോട്ടലുണ്ട്. അവിടെ എപ്പോഴും ഈ വാഹനങ്ങൾ കടന്നു വരുന്നത്, അതായത് വൺ വേ കടന്ന് റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതും അതിന്റെ മുന്നിലൂടെ തന്നെയാണ്. അത്രയും ആളനക്കമുള്ള നഗരമധ്യത്തിലെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഇടങ്ങൾ കൊച്ചിയിൽ ഒരുപാടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അതിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും, ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ ഇത്തരം ബിസിനസ്സുകൾ നടക്കുന്ന ഇടങ്ങൾ തുടങ്ങിയവയൊക്കെ പോലീസ് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ശക്തമായ സംവിധാനത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് കൂടുതൽ വ്യക്തത വരുന്നത് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ഈ മയക്കുമരുന്നിന്റെ വിൽപ്പന കേന്ദ്രം കൂടിയായി മാറുന്ന ഒരു ഇതിലേക്ക് കൊച്ചി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് പിടിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. പ്രത്യേകിച്ചും ഈ MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സുകളൊക്കെ ഏറ്റവും കൂടുതൽ പിടികൂടുന്നത് കൊച്ചിയിൽ നിന്നാണ്. കഞ്ചാവ് മാഫിയയുടെ ഇടമാണ്. അങ്ങനെ ഒരുപാട് ക്രിമിനലുകൾ വിലസുന്ന ഇടം കൂടിയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഇപ്പോൾ ഉള്ള സുരക്ഷാ സംവിധാനങ്ങൾ മതിയാകുമോ, അത് ഏത് തരത്തിലാണ് അത് വർദ്ധിപ്പിക്കേണ്ടി വരിക, അല്ല ഏത് തരത്തിലാണ് അതിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത വേണ്ടി വരുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനുള്ള നീക്കങ്ങൾ ഒരുപക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ മാത്രം ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നതിലേക്ക് ഒതുങ്ങാതെ അത് സ്ഥിരമായിട്ടുള്ള, അതായത് ഏത് സമയത്തും കൊച്ചിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു ജാഗ്രത ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരിക്കണം ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് എന്നുള്ള വിലയിരുത്തലുകൾ, എന്നുള്ള അസസ്മെന്റുകളാണ് വരുന്നത്. എന്തായാലും ഈ ഒഴിഞ്ഞ കെട്ടിടത്തിന് മുകളിൽ വെച്ച് ഇത്തരം ഒരു റേപ്പ് അറ്റംപ്റ്റ് നടന്ന സാഹചര്യത്തിൽ പെൺകുട്ടിക്ക് അവിടേക്ക് കയറിപ്പോയതിനെതിരെ വിമർശനങ്ങൾ ഏറെയുണ്ട്. പെൺകുട്ടിക്കെതിരെയും യുവാവിനെതിരെയും അത്തരം വിമർശനങ്ങൾ ഏറെയുണ്ട്. അത്തരം വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും സുരക്ഷിതമല്ലാത്ത ഒരിടം, അല്ലെങ്കിൽ ക്രിമിനലുകൾ വാഴുന്ന ഇടം എന്നുള്ള ഒരു തെളിവ്, അല്ലെങ്കിൽ എന്നുള്ള ഒരു സംഭവങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരുന്നല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അതിനുള്ള പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചും അടിയന്തരമായി മുന്നോട്ട് വെക്കേണ്ടത്. എന്തിനാണ് ഈ യുവതിയും കാമുകനും
ഈ ആളൊഴിഞ്ഞ ഫ്ലാറ്റിലേക്ക് രാത്രി സമയത്ത് പോയത് എന്നതുൾപ്പെടെയുള്ള പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. മാത്രമല്ല ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത്, സൗഹൃദത്തിലായത്, പിന്നീട് മറ്റ് പല ബന്ധങ്ങളിലേക്കും പോയി. പക്ഷേ ഇതുപോലെ ഉള്ള സൗഹൃദങ്ങളുടെ കെണി, ഈ ഡേറ്റിംഗ് ആപ്പുകളുടെ കെണിയൊക്കെ നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം. മാത്രമല്ല ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പല സാമൂഹ്യ വിരുദ്ധരുമുണ്ട്, ലഹരി മാഫിയ സംഘങ്ങളുണ്ട് എന്ന് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇതുപോലുള്ള പല അപകടങ്ങളും സംഭവിച്ചേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.